നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻസ് അതിൻ്റെ നോട്ട്സ് നോക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ ഫുൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2 പാർട്ട് വീഡിയോകളിലായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ആ 2 പാർട്ട് വീഡിയോയും ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ക്ലാസ് 9 ജോഗ്രഫി എന്ന ഒരു പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുള്ളൂ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ഫിസിക്കൽ ഡിവിഷൻ ദാറ്റ് ലൈസ് to the south of the northern mountains and to the north of the peninsular plateau. അതായത് ഈ നോർത്തേൺ മൗണ്ടെയിൻസിൻ്റെ ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തും പെനിൻസുലാർ പ്ലേറ്റോ എന്ന് വെച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ നോർത്തിൽ വടക്കു ഭാഗത്തും സ്ഥിതി ചെയ്യുന്ന ഫിസിക്കൽ ഡിവിഷൻ ഏതാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഏതാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ ഇൻഡോ ഗാംജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ദ ഫിസിക്കൽ ഡിവിഷൻ ദാറ്റ് ലൈസ് ബിറ്റ്വീൻ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ച് ആൻഡ് ദ പെനിൻസുലാർ പ്ലേറ്റോ. പെനിൻസുലാർ പ്ലേറ്റിനും നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഫിസിക്കൽ ഡിവിഷൻ ഏതാണ്? നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ ഇൻഡോ ഗാംജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. ഓക്കെ, അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ തെക്കു ഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായും സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലം. അപ്പോൾ അതിൻ്റെ മാപ്പാണ് ഇത് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. ഓക്കെ ഉള്ളൂ, ഇവിടെ ഈ കാണുന്നതാണ്, ഈ മഞ്ഞ കളറിലല്ലേ കേട്ടോ, മഞ്ഞ കളറിൽ കാണുന്നില്ലേ, ഈ മഞ്ഞ കളറിൽ കാണുന്നതാണ് എന്ന് പറയുന്നത് ഇൻഡോ ഗാംജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. ഇത് നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ, ഇത് പെനിൻസുലാർ പ്ലേറ്റു. ഓക്കെ, അടുത്ത നോക്കാം. അടുത്തത്, വാട്ട് ആർ ജിയോമോർഫിക് ഏജൻസ്? എന്താണ് ജിയോമോർഫിക് ഏജൻസ് എന്നറിയപ്പെടുന്നത്? നോക്കിയോളൂ, അതായത് diverse landforms are formed on the surface of the earth through the continuous process driven by the external forces. They are called geomorphic agents. These external forcesനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജിയോമോർഫിക് ഏജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജിയോമോർഫിക് ഏജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആൻസർ ആയിട്ട് എഴുതാനുള്ളത് എന്താണ്? ഡൈവേഴ്സ് ലാൻഡ്ഫോംസ്, വിവിധ തരത്തിലുള്ള ഭൂരൂപങ്ങൾ ആർ ഫോംഡ് ഓൺ എവിടെയാണ്? ഓൺ ദ സർഫസ് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ സർഫസിൽ. എന്ത് വഴി? ത്രൂ ദ കണ്ടിന്യൂസ് പ്രോസസ് ഡ്രിവൺ ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സസ്. എക്സ്റ്റേണൽ ഫോഴ്സസ് നടത്തുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വഴി ഈ എക്സ്റ്റേണൽ ഫോഴ്സസിന് നമ്മൾ പറയുന്ന പേരാണ് ജിയോമോർഫിക് ഏജൻസ്. ഇനി അതിന് എക്സാമ്പിളാണ് ഈ ജിയോമോർഫിക് ഏജൻസിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്റ്റേണൽ ഫോഴ്സസിന് എക്സാമ്പിളാണ് റണ്ണിങ് വാട്ടർ, ഒഴുകുന്ന ജലം, വിൻഡ് കാറ്റ്, ഗ്ലേസിയേഴ്സ് ഹിമാനി ആൻഡ് വേവ്സ് തിരമാലകൾ, ഇതൊക്കെ. അപ്പോൾ എന്താണ് ജിയോമോർഫിക് ഏജൻസ് എന്ന് മനസ്സിലായല്ലോ. അടുത്ത, ഡിഫൈൻ ജിയോമോർഫിക് പ്രോസസ്. എന്താണ് ജിയോമോർഫിക് പ്രോസസ്? നോക്കിയോളൂ, ദ ഡിഫറെൻറ്റ് പ്രോസസ്സസ് ക്യാരിഡ് ഔട്ട് ബൈ വേരിയസ് ജിയോമോർഫിക് ഏജൻസ് ദാറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ലാൻഡ്ഫോംസ് ആർ കോൾഡ് ജിയോമോർഫിക് പ്രോസസ്സസ്. അതായത് ഈ വേരിയസ് ജിയോമോർഫിക് ഏജൻസ്, വിവിധ തരത്തിലുള്ള ജിയോമോർഫിക് ഏജൻസ് ക്യാരിഡ് ഔട്ട് നടത്തുന്ന പ്രോസസ്സസ്, പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട്. അപ്പോൾ ഡിഫറെൻറ്റ് പ്രോസസ്സസ്, വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിവിധ ജിയോമോർഫിക് ഏജൻസ് നടത്തുന്നതിൻ്റെ ഫലമായിട്ട് അത് ഏതിലോട്ട് നയിക്കും? ദാറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ലാൻഡ് ഫോംസ്. വിവിധ ലാൻഡ് ഫോംസിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ ദാറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഡൈവേഴ്സ് ലാൻഡ് ഫോംസ്, വിവിധ തരത്തിലുള്ള ലാൻഡ് ഫോംസിൻ്റെ ഫോർമേഷനിലോട്ട് നയിക്കുന്നു. ആർ കാൾഡ് ജിയോമോർഫിക് ഏജൻസ്. അതിനെയാണ് നമ്മൾ ജിയോമോർഫിക് പ്രോസസ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജിയോമോർഫിക് പ്രോസസ്സ്, എന്താണ് ജിയോമോർഫിക് ഏജൻസ്? മനസ്സിലായല്ലോ. ജിയോമോർഫിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒരു ലാൻഡ് ഫോം ചെയ്യുന്നു, അതിലോട്ട് നയിക്കുന്ന പ്രവർത്തനങ്ങളെ, പ്രോസസ്സസിനെയാണ് ജിയോമോർഫിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു പ്രവർത്തനം നടത്തുന്ന ആ പർട്ടിക്കുലർ എക്സ്റ്റേണൽ ഫോഴ്സ്, അതിനെയാണ് നമ്മൾ ജിയോമോർഫിക് ഏജൻസ് എന്ന് പറയുന്നത്. ജിയോമോർഫിക് ഏജൻസിന് എക്സാമ്പിളാണ് റണ്ണിങ് വാട്ടർ, വിൻഡ്, ഗ്ലേസിയേഴ്സ്, വേവ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്തത് അതിൻ്റെ മലയാളം മീഡിയമാണ്. ഭൂരൂപീകരണ സഹായികളും ഭൂരൂപീകരണ പ്രക്രിയയും എന്തെന്ന് വ്യക്തമാക്കുക. നോക്കിയോളൂ, ഭൂരൂപീകരണ സഹായികൾ ഭൗമോപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്ന ബാഹ്യശക്തികൾ. ഉദാഹരണം, ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനികൾ, തിരമാല. ഇനി ഭൂരൂപീകരണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകമായ പ്രക്രിയകൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കാൾഡ് ഡെപ്പോസിഷൻ? എന്താണ് ഡെപ്പോസിഷൻ? നിക്ഷേപണം എന്ന് പറയും. എന്താണ്? ദ സെഡിമെന്റ്സ് ഓർ റോക്ക് മെറ്റീരിയൽസ് ഫോംഡ് ത്രൂ ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്സ് ആർ ട്രാൻസ്പോർട്ടഡ് ബൈ ദ ഏജൻസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ആൻഡ് ദെൻ ഡെപ്പോസിറ്റഡ് കൺവീനിയൻ്റ്ലി ഇൻ ലോ ലൈങ് റീജിയൻസ്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡെപ്പോസിഷൻ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ സെഡിമെന്റ്സ് ഓർ റോക്ക് മെറ്റീരിയൽസ്,
സെഡിമെൻറ്റ്സ് അവസാദങ്ങളോ അല്ലെങ്കിൽ റോക്ക് മെറ്റീരിയൽസോ ഈ ശിലാപദാർത്ഥങ്ങളോ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു. ഏത് വഴിയാണ്? ത്രൂ ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്കിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ വഴി ഈ പാറകളൊക്കെ പൊടിഞ്ഞ് ഈ പറയുന്ന സെഡിമെൻറ്റ്സും റോക്ക് മെറ്റീരിയൽസും ഒക്കെ ഫോം ചെയ്യുന്നു. എന്നിട്ട് ആർ ട്രാൻസ്പോർട്ടഡ്, ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു ബൈ ദ ഏജൻസ്. ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ജിയോമോർഫിക് ഏജൻസ് കൊണ്ടുപോകുന്നു. എവിടെ? ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ആൻഡ് ദെൻ ഡെപ്പോസിറ്റഡ് കൺവീനിയൻ്റ്ലി ഇൻ ലോ ലൈങ് റീജിയൻ. എന്നിട്ട് ഇതിനെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ലോ ലൈങ് റീജിയനിൽ, ഒരു താഴ്ന്ന പ്രദേശത്ത് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡെപ്പോസിഷൻ. ഈ പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡെപ്പോസിഷൻ എന്ന് മനസ്സിലായല്ലോ. ദ സെഡിമെന്റ്സ് ഓർ റോക്ക് മെറ്റീരിയൽസ് ഫോംഡ് ത്രൂ ദ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് റോക്കിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ്റെ ഫലമായിട്ട് ഫോം ചെയ്യുന്ന സെഡിമെൻറ്റ്സും റോക്ക് മെറ്റീരിയൽസും ഒക്കെ എന്ത് ചെയ്യുന്നു? ആ ട്രാൻസ്പോർട്ടഡ്, അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ബൈ ദ ഏജൻസ്, ജിയോമോർഫിക് ഏജൻസ്. ഈ ജിയോമോർഫിക് ഏജൻസ് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. ആൻഡ് ദെൻ ഡെപ്പോസിറ്റ്, എന്നിട്ട് അതിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. കൺവീനിയൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. എവിടെയാണ്? ഇൻ ലോ ലൈങ് റീജിയൻ, താഴ്ന്ന ഏതെങ്കിലും ഒരു പ്രദേശത്ത് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡെപ്പോസിഷൻ. ഈ പ്രോസസ്സിനെയാണ് ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. മലയാളം മീഡിയം നോക്കിയോളൂ. എന്താണ് നിക്ഷേപണം? ശിലാവസ്തുക്കളെ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ട് പോകുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് നിക്ഷേപണം എന്നറിയപ്പെടുന്നത്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ അലൂവിയൽ പ്ലെയിൻസ് ആർ ഫോംഡ്. എങ്ങനെയാണ് അലൂവിയൽ പ്ലെയിൻസ് അല്ലെങ്കിൽ എക്കൽ സമതലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്? നോക്കിയോളൂ. റിവേഴ്സ് ഫ്രം ഹൈ ലാൻഡ്സ് ക്യാരി സെഡിമെന്റ്സ് ആൻഡ് ഡെപ്പോസിറ്റഡ് ദം ഇൻ ലോ ലൈങ് ഏരിയാസ് ഫോമിംഗ് വാസ്റ്റ് അലൂവിയൽ പ്ലെയിൻസ്. റിവേഴ്സ് ഫ്രം ഹൈ ലാൻഡ്, ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന റിവേഴ്സ്, നദികൾ എന്ത് ചെയ്യുന്നു? ക്യാരി സെഡിമെന്റ്സിനെ വഹിച്ചുകൊണ്ടാണ് വരുന്നത്. ആൻഡ് ഡെപ്പോസിറ്റ് ദം ഇൻ ലോ ലൈങ് ഏരിയാസ്, എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഫോമിങ്, അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്ത് രൂപപ്പെടുന്നു? വാസ്റ്റ് അലൂവിയൽ പ്ലെയിൻസ്. വാസ്റ്റ് എന്ന് വെച്ചാൽ വിസ്തൃതമായിട്ടുള്ള അലൂവിയൽ പ്ലെയിൻസ്, എക്കൽ സമതലങ്ങൾ രൂപപ്പെടുന്നു. എക്സാമ്പിളാണ് ഇൻഡോ ഗാങ്ജെറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ആ പ്ലെയിൻ കേട്ടോ, ഇൻഡോ ഗാങ്ജെറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്നും അറിയപ്പെടുന്നുണ്ടത്. എക്കൽ സമതലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെ? ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാലക്രമേണ അതിവിശാലമായ എക്കൽ സമതലങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എക്സാമ്പിൾ. അടുത്തത്, ഹൗ ദ ഇൻഡോ ഗാങ്ജെറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ വാസ് ഫോംഡ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻഡോ ഗാങ്ജെറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയോളൂ. ദ ഇൻഡോ ഗാങ്ജെറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ വാസ് formed by the deposition of sediments carried out by rivers originating from both Himalayas and peninsular India. എന്താ മനസ്സിലായത്? ദ ഇൻഡോ ഗാങ്ജെറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സിന്റെ ഡെപ്പോസിഷൻ വഴി തന്നെയാണ്. ക്യാരിഡ് ഔട്ട് ബൈ ദ റിവേഴ്സ് വഹിച്ചുകൊണ്ട് വരുന്ന സെഡിമെന്റ്സിനെ ഡെപ്പോസിറ്റ് ചെയ്തു. പക്ഷേ ഈ റിവേഴ്സ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഒറിജിനേറ്റിംഗ് ഫ്രം ബോത്ത് ദ ഹിമാലയാസ് ആൻഡ് പെനിൻസുലാർ ഇന്ത്യ. ഹിമാലയത്തിൽ നിന്നും പെനിൻസുലാർ ഇന്ത്യയിൽ നിന്നും ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന റിവേഴ്സ് കൊണ്ടുവരുന്ന സെഡിമെന്റ്സിനെ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്താണ് ആര് രൂപം കൊണ്ടത്? ആ ഇൻഡോ ഗാങ്ജെറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ രൂപം കൊണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ദ ഇൻഡോ ഗാങ്ജെറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ വാസ് ഫോംഡ് ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സ് ക്യാരിഡ് ഔട്ട് ബൈ ദ റിവേഴ്സ് ക്യാരി ചെയ്യുന്ന സെഡിമെന്റ്സിന്റെ ഡെപ്പോസിഷൻ വഴി. ഈ റിവേഴ്സ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഒറിജിനേറ്റിംഗ് ഫ്രം ദ ഹിമാലയത്തിൽ നിന്നും പിന്നെ പെനിൻസുലാർ ഇന്ത്യയിൽ നിന്നും. ഓക്കെ. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എങ്ങനെ രൂപപ്പെട്ടു? ഹിമാലയത്തിൽ നിന്നും, പെനിൻസുലാർ ഇന്ത്യ എന്ന് വെച്ചാൽ ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ വഹിക്കുന്ന അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്. അടുത്തത്, പ്രിപ്പയർ എ നോട്ട് ഓൺ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചോളണം കേട്ടോ. അതിൻ്റെ അകത്തുള്ള ഓരോ പോയിന്റ്സും 1 വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നോക്കിയോളൂ. The Indo-Gangetic Brahmaputra Plain extends 3,200 kilometers from the mouth of the river Indus to the mouth of the river Ganga. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? ദ ഇൻഡോ ഗാങ്ജെറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എത്ര കിലോമീറ്റർ? 3200 കിലോമീറ്റർ എന്താണ് നീളത്തിനാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഏത്? ഇൻഡോ ഗാങ്ജെറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. എവിടെ മുതൽ എവിടം വരെ? ഫ്രം ദ മൗത്ത് ഓഫ് ദി റിവർ ഇൻഡസ്
ടു ദ മൗത്ത് ഓഫ് ദി റിവർ ഗംഗ. അതായത് ഇൻഡസ് റിവറിൻ്റെ സിന്ധു നദിയുടെ നദീമുഖം മുതൽ ഗംഗാ നദിയുടെ നദീമുഖം വരെ. നദീമുഖം അല്ലെങ്കിൽ റിവർ മൗത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു നദി അവസാനിക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ ഈ സിന്ധു റിവർ എവിടെയാണ്? അറേബ്യൻ സീയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ആ അറേബ്യൻ സീയിൽ സിന്ധു നദി വന്നു ചേരുന്ന ഭാഗമാണ് റിവർ മൗത്ത് അല്ലെങ്കിൽ നദീമുഖം എന്നറിയപ്പെടുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ ഒന്നാമത്തെ പോയിന്റ്. അടുത്ത രണ്ടാമത്തെ പോയിന്റ് നോക്കിയോളൂ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് അലൂവിയൽ പ്ലെയിൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അലൂവിയൽ പ്ലെയിൻ ആണ് ഏത്? ഈ പറയുന്ന ഇൻഡോ ഗാങ്ജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് എക്സ്റ്റെൻസ് ഫോർ അബൌട്ട് 2400 കിലോമീറ്റർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇതിൻ്റെ നീളം 2400 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇൻഡോ ഗാങ്ജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് 3200 കിലോമീറ്റർ. അതിൽ ഇന്ത്യയിൽ കൂടി ഇത് കടന്നു പോകുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതിൻ്റെ ഭാഗം എന്ന് പറയുന്നത് 2400 കിലോമീറ്റർ വരെയാണ്. It becomes wider from east to west with a width of 150 km to 300 km. അതായത് ഇറ്റ് ബിക്കം വൈഡർ, ഇത് കൂടുതൽ വിസ്തൃതമാകുന്നു. എവിടെ നിന്ന് എങ്ങോട്ട്? ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് പോകുന്തോറും ഇത് കൂടുതൽ വൈഡൻ ആകുന്നു, കൂടുതൽ വിസ്തൃതമാകുന്നു. ഇതിൻ്റെ വിഡ്ത്ത് എങ്ങനെയാണ്? ഫ്രം വിഡ്ത്ത് ഓഫ് 150 km to 300 km. അതായത് ഈസ്റ്റ് സൈഡിൽ ഇതിൻ്റെ വിഡ്ത്ത് 180 കിലോമീറ്ററും വെസ്റ്റിലോട്ട് പോകുന്തോറും ഇതിൻ്റെ വിഡ്ത്ത് 300 കിലോമീറ്റർ വരെയും ആകുന്നു കേട്ടോ. അപ്പോൾ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് പോകുമ്പോൾ ആ ഡയറക്ഷൻ ഓർത്ത് വെച്ചോളണം. ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് പോകുന്തോറും എന്ത് ചെയ്യുന്നു? ഇറ്റ് ബിക്കംസ് വൈഡർ, ഇത് കൂടുതൽ വിസ്തൃതമാകുന്നു. ഈസ്റ്റ് സൈഡിൽ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 150 കിലോമീറ്റർ ആണ്. വെസ്റ്റിലോട്ട് പോകുന്തോറും 300 കിലോമീറ്റർ വരെ വിഡ്ത്ത് ഉണ്ടാകുന്നു ഇതിന്. ഇനി ദിസ് പ്ലെയിൻ ഈസ് ബോർഡേഡ് ബൈ ദ ശിവാലിക് റേഞ്ചസ് ഇൻ ദ നോർത്ത് ആൻഡ് ദ പെനിൻസുലാർ പ്ലേറ്റു ഇൻ ദ സൗത്ത്. ഇതിൻ്റെ ബോർഡർ ഏതൊക്കെയാണെന്നുള്ളത്, നോർത്ത് സൈഡിൽ ശിവാലിക് റേഞ്ചും സൗത്ത് സൈഡിൽ പെനിൻസുലാർ പ്ലേറ്റു ആണ് ഇതിൻ്റെ ബോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് പ്ലെയിൻ ഈസ് ബോർഡേഡ് ബൈ ശിവാലിക് റേഞ്ച് ഇൻ ദ നോർത്ത് ആൻഡ് പെനിൻസുലാർ പ്ലേറ്റു ഇൻ ദ സൗത്ത്. ഇനി ദ പ്ലെയിൻ കവേഴ്സ് ആൻ ഏരിയ ഓഫ് അപ്രോക്സിമേറ്റ്ലി 7 lakh സ്ക്വയർ കിലോമീറ്റർ. 7 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ നോർത്ത് ഇൻഡോ ഗാങ്ജറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ്റെ ടോട്ടൽ ഏരിയ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഏരിയ എത്രയാണ്? 7 lakh സ്ക്വയർ കിലോമീറ്റർ. അടുത്തതിൻ്റെ മലയാളം മീഡിയം നോക്കിയുള്ളൂ. ഉത്തരേന്ത്യൻ സമതലത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കുക. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലം രണ്ടും ഒന്നാണ് കേട്ടോ. അപ്പോൾ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം സിന്ധു നദീമുഖം മുതൽ ഗംഗാ നദിയുടെ നദീമുഖം വരെ 3200 കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്നു. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ എക്കൽ സമതലങ്ങളിൽ ഒന്നാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ സമതലങ്ങളിൽ ഒന്നാണിത്. ഇത് ഇന്ത്യയിൽ ഏകദേശം 2400 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. 2400 കിലോമീറ്റർ വരെയാണ് ഇന്ത്യയിൽ. കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ഇതിൻ്റെ വീതി കൂടുന്നു. 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെ ശരാശരി വീതിയുണ്ട്. ഈ സമതലം വടക്ക് സിവാലിക് പർവ്വത നിരകളാലും തെക്ക് പെനിൻസുലാർ പീഠഭൂമിയായാലും അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയാലും അതിർത്തി പങ്കിടുന്നു. ഏകദേശം 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള സമതലമാണിത്. ഓക്കെ, അടുത്തത് വൈ ഈസ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ സൂട്ടബിൾ ഫോർ അഗ്രികൾച്ചർ. ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലം കൃഷിക്ക് അനുയോജ്യമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവിടെ എന്തൊക്കെയുണ്ട്? ഫെർട്ടൈൽ സോയിൽ, വളക്കൂറുള്ള മണ്ണ്, അഡിക്വേറ്റ് വാട്ടർ സപ്ലൈ, മതിയായ ജലലഭ്യത, ഫേവറബിൾ ക്ലൈമറ്റ്, അനുകൂലമായ കാലാവസ്ഥ, ആൻഡ് ഫ്ലാറ്റ് ടോപ്പോഗ്രഫി, പരന്ന ഒരു ഭൂപ്രകൃതി. ഓക്കെ, അല്ലെങ്കിൽ നിരപ്പായ ഭൂപ്രകൃതി. ഈ പറയുന്ന ഫെസിലിറ്റീസൊക്കെ എവിടെയുണ്ട്? നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലുണ്ട്. അതുകൊണ്ടാണ് അഗ്രികൾച്ചറിന് സൂറ്റബിൾ ആണെന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഫെർട്ടൈൽ സോയിൽ, വളക്കൂറുള്ള മണ്ണ്, അഡിക്വേറ്റ് വാട്ടർ സപ്ലൈ, മതിയായ ജലലഭ്യത, ഫേവറബിൾ ക്ലൈമറ്റ്, അനുകൂലമായ കാലാവസ്ഥ, ഫ്ലാറ്റ് ടോപ്പോഗ്രഫി, പരന്ന ഭൂപ്രകൃതി അല്ലെങ്കിൽ നിരപ്പാർന്ന ഭൂപ്രകൃതി. അടുത്തത് ഓൺ വാട്ട് ബേസിസ് ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഡിവൈഡഡ് ഇൻ ടു റീജിയണൽ ഡിവിഷൻസ്. ഈ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലെ പല റീജിയണൽ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തിൻ്റെ ബേസിസിലാണ് അങ്ങനെ റീജിയണലായിട്ട് ഡിവൈഡ് ചെയ്തത്? എന്തിൻ്റെ ബേസിസിലാണെന്ന്? എന്തിൻ്റെയൊക്കെ ബേസിസിലാണ് നോക്കുള്ളൂ. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു റീജിയണൽ ഡിവിഷൻസ് ബേസ്ഡ് ഓൺ ദ റിവർ സിസ്റ്റം, നദീവ്യവസ്ഥ, ദ ഡയറക്ഷൻ ഓഫ് റിവർ ഫ്ലോ, റിവർ അല്ലെങ്കിൽ നദിയുടെ ഒഴുക്കിൻ്റെ ദിശ, പിന്നെ ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഭൂപ്രകൃതി സവിശേഷതകൾ. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിനെ 4 റീജിയണൽ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിനെ 4 റീജിയണൽ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതാനുള്ളത് റിവർ സിസ്റ്റം, നദീവ്യവസ്ഥ, ഡയറക്ഷൻ ഓഫ് റിവർ ഫ്ലോ, നദി ഒഴുകുന്ന ദിശ,
പിന്നെ ടോപ്പോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അതിൻ്റെ ഭൂപ്രകൃതി സവിശേഷത എന്തെങ്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ. ഓക്കെ, സമതലത്തെ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമതലത്തെ പ്രാദേശിക വിഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നദീവ്യവസ്ഥ, നദിയുടെ ഒഴുക്കിൻ്റെ ദിശ, ഭൂപ്രകൃതി സവിശേഷതകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് വടക്കേ ഇന്ത്യൻ സമതലത്തെ പ്രാദേശിക വിഭാഗങ്ങളായിട്ട് വിഭജിച്ചിരിക്കുന്നത്. അടുത്ത ലിസ്റ്റ് ഓഫ് 4 റീജിയണൽ ഡിവിഷൻസ്. ആ 4 റീജിയണൽ ഡിവിഷൻസ്, വടക്കേ ഇന്ത്യൻ സമുദ്രത്തിലെ 4 പ്രാദേശിക അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമുദ്രത്തിലെ 4 പ്രാദേശിക വിഭാഗങ്ങൾ പട്ടികപ്പെടുത്തുക. ഏതൊക്കെയാണ്? 1 രാജസ്ഥാൻ പ്ലെയിൻ, രാജസ്ഥാൻ സമതലം. 2 പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, പഞ്ചാബ് ഹരിയാന സമതലം. ഗംഗാ പ്ലെയിൻ, ഗംഗാ സമതലം. പിന്നെ ബ്രഹ്മപുത്ര പ്ലെയിൻ, ബ്രഹ്മപുത്ര സമതലം എന്നിങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ രാജസ്ഥാൻ പ്ലെയിൻ. ഇനി നമുക്കിത് ഓരോന്നിനെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലേ. ഒന്നാമത്തത് രാജസ്ഥാൻ പ്ലെയിൻ. രാജസ്ഥാൻ പ്ലെയിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. നോക്കിയോളൂ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ താർ ഡെസേർട്ട്. ഇതിൽ താർ ഡെസേർട്ട് ഉൾപ്പെടുന്നു അല്ലേ. ആ രാജസ്ഥാൻ പ്ലെയിനിൽ രാജസ്ഥാൻ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ താർ ഡെസേർട്ട് ഉൾപ്പെടുന്നുണ്ട്. ഇറ്റ് ഈസ് ദ വെസ്റ്റേൺ മോസ്റ്റ് എൻഡ് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ വെസ്റ്റേൺ മോസ്റ്റ് എൻഡ് എന്നാണ് അത് അറിയപ്പെടുന്നത്, ഏറ്റവും പടിഞ്ഞാറേ അറ്റം. ഇനി 2/3 ഓഫ് ദി താർ ഡെസേർട്ട് ഈസ് സിറ്റുവേറ്റഡ് ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് ഒരു താർ ഡെസേർട്ടിൻ്റെ 3/2 ഭാഗം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, രാജസ്ഥാൻ പ്ലെയിൻ എക്സ്റ്റെൻസ് ഇൻ ടു ദ സ്റ്റേറ്റ്സ് ഓഫ് ഹരിയാന, പഞ്ചാബ് ആൻഡ് രാജസ്ഥാൻ. ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ 3 സ്റ്റേറ്റുകളിലായിട്ടാണ് രാജസ്ഥാൻ പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത്. There are numerous salt lakes in രാജസ്ഥാൻ പ്ലെയിൻ. രാജസ്ഥാൻ പ്ലെയിനിൽ ഒരുപാട് സോൾട്ട് ലേക്ക് ഉണ്ട്, ഉപ്പുജല തടാകങ്ങളുണ്ട്. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സാംഭാർ, ദിദ്വാന, സർഗോൾ. ഏതൊക്കെയാണ്? സാംഭാർ, ദിദ്വാന, സർഗോൾ എന്നിങ്ങനെയുള്ള ആ സോൾട്ട് ലേക്ക് രാജസ്ഥാൻ പ്ലെയിനിലുണ്ട്. ലൂണി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിവർ ഇൻ ദിസ് പ്ലെയിൻ. ഈ രാജസ്ഥാൻ പ്ലെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിവർ ഉണ്ട്, അതിൻ്റെ പേരാണ് ലൂണി. അപ്പോൾ ഇത്രയാണ് രാജസ്ഥാൻ പ്ലെയിനിനെ കുറിച്ച് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ രാജസ്ഥാൻ സമതലത്തെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതുക. ഥാർ മരുഭൂമി ഉൾപ്പെടുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ പ്രദേശമാണ്. ഇത് വടക്കേ ഇന്ത്യൻ സമുദ്രത്തിൻ്റെ പടിഞ്ഞാറേ അറ്റമാണ്. ഥാർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജസ്ഥാൻ സമതലം ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. രാജസ്ഥാൻ സമതലത്തിൽ നിരവധി ഉപ്പുജല തടാകങ്ങളുണ്ട്. ഉദാഹരണമാണ് സാംഭാർ, ദിദ്വാന, സർഗോൾ എന്നിവ. ഈ സമതലത്തിലെ ഒരു പ്രധാന നദിയാണ് ലൂണി. ഇത്രയാണ് രാജസ്ഥാൻ പ്ലെയിനിനെ കുറിച്ച് നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്തത്, ദ താർ ഡെസേർട്ട് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 2 സിഗ്നിഫിക്കൻറ്റ് റീജിയൻസ് വിച്ച് ആർ ദ. ഈ താർ ഡെസേർട്ടിനെ 2 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തത്, ദ ആക്ച്വൽ ഡെസേർട്ട് ഏരിയ കോൾഡ് മരുസ്ഥലി. മരുസ്ഥലി എന്നറിയപ്പെടുന്ന ആക്ച്വൽ ഡെസേർട്ട് ഏരിയ, യഥാർത്ഥ മരുഭൂമി മേഖല എന്ന് പറയും, അല്ലെങ്കിൽ ഡെസേർട്ട് പ്രോപ്പർ എന്നും ഇതറിയപ്പെടുന്നുണ്ട്. രണ്ടാമത്തത്, ദ സെമി അരിഡ് പ്ലെയിൻ, അതായത് മരുഭൂമി മേഖല, അതാണ് സെമി ഡെസേർട്ട് റീജിയൻ. അത് എന്നറിയപ്പെടുന്നു നോൺ ആസ് രാജസ്ഥാൻ ബാഗർ. അപ്പോൾ രാജസ്ഥാൻ ബാഗർ എന്നറിയപ്പെടുന്ന ഒരു സെമി അരിഡ് പ്ലെയിൻ, വരണ്ട മേഖല അല്ലെങ്കിൽ സെമി ഡെസേർട്ട് റീജിയൻ, മരുഭൂമി മേഖല എന്നറിയപ്പെടുന്നത്. ഡെസേർട്ട് ഏരിയ എന്നറിയപ്പെടുന്ന മരുസ്ഥലി, അതാണ് ദ ഡെസേർട്ട് പ്രോപ്പർ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ 2 ഭാഗങ്ങളുണ്ട് താർ ഡെസേർട്ടിന്. താർ മരുഭൂമിയെ 2 പ്രധാന മേഖലകളായി തരംതിരിക്കാം. ഏതെല്ലാം? യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി, മരുഭൂമി മേഖല അഥവാ വരണ്ട സമതലം അഥവാ രാജസ്ഥാൻ ബാഗർ. അടുത്തത്, നെയിം ദ പാർട്ട് ഓഫ് ദി ഇന്ത്യൻ പ്ലെയിൻ വിച്ച് ഈസ് സിറ്റുവേറ്റഡ് ടു ദ വെസ്റ്റ് ഓഫ് ദി ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച്. ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചിൻ്റെ വെസ്റ്റ് സൈഡിൽ പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്ലെയിൻ ഏതാണ്? രാജസ്ഥാൻ പ്ലെയിൻ കേട്ടോ, രാജസ്ഥാൻ സമതലം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദി ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച് ഇൻ ദ ക്ലൈമറ്റ് ഓഫ് ദി രാജസ്ഥാൻ പ്ലെയിൻ. രാജസ്ഥാൻ പ്ലെയിൻ്റെ ക്ലൈമറ്റിനെ ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, സ്വാധീനിക്കുന്നു? നോക്കുള്ളൂ. ദ ആരവല്ലി റേഞ്ച് ലൈസ് പാരലൽ ടു ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്. ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡിൻ്റെ ആ ഒരു ഡയറക്ഷന് പാരലലായിട്ടാണ് ആരവല്ലി മൗണ്ടെയിൻ റേഞ്ച് സ്ഥിതി ചെയ്യുന്നത്. Therefore, അതുകൊണ്ട് ഇറ്റ് ഡസ് നോട്ട് എഫക്റ്റീവ്ലി ഒബ്സ്ട്രക്ട് ദ മൺസൂൺ വിൻഡ്സ് ആൻഡ് കോസ് വെരി ലിറ്റിൽ റെയിൻഫോൾ ഇൻ ദ രാജസ്ഥാൻ പ്ലെയിൻ. അതുകൊണ്ട് എഫക്റ്റീവായിട്ട് ഈ മൺസൂൺ വിൻഡിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യാൻ ആർക്ക് കഴിയുന്നില്ല? രാജസ്ഥാൻ പ്ലെയിനിന് കഴിയുന്നില്ല, അതുപോലെ ആരവല്ലി മൗണ്ടെയിൻ റേഞ്ചിന് കഴിയുന്നില്ല. അതുകൊണ്ട് വെരി ലിറ്റിൽ റെയിൻഫോൾ ഇൻ ദ രാജസ്ഥാൻ പ്ലെയിൻ. രാജസ്ഥാൻ പ്ലെയിനിൽ വളരെ കുറച്ച് റെയിൻഫോളേ ലഭിക്കുന്നുള്ളൂ കേട്ടോ. മൺസൂൺ വിൻഡിനെ തടഞ്ഞു നിർത്തിയാലല്ലേ അവിടെ മഴ പെയ്യത്തുള്ളൂ അല്ലേ. അരാവലി പർവ്വതനിരയ്ക്ക് രാജസ്ഥാൻ സമതലത്തിൻ്റെ കാലാവസ്ഥയിലുള്ള സ്വാധീനം എന്ത്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന് സമാന്തരമായിട്ടാണ് ആരവല്ലി പർവ്വതനിരകൾ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ രാജസ്ഥാൻ സമതലത്തിൽ വളരെ കുറച്ച് മഴ മാത്രമേ മൺസൂൺ സമയത്ത് ലഭിക്കുന്നുള്ളൂ. അടുത്ത, വിച്ച് ഈസ് ദ സിഗ്നിഫിക്കൻറ്റ് നോൺ പെറണിയൽ റിവർ ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലെ സിഗ്നിഫിക്കൻ്റ് പ്രധാനപ്പെട്ടതും നോൺ പെറണിയൽ വറ്റുന്ന നദിയാണ് കേട്ടോ. അതായത് സമ്മർ സീസൺ ആകുമ്പോൾ വറ്റുകയും മൺസൂൺ സീസൺ ആകുമ്പോൾ അതിൽ വെള്ളം ഉണ്ടാവുകയും ചെയ്യും, അങ്ങനെയുള്ള നദി. അതാണ് നോൺ പെറണിയൽ എന്നറിയപ്പെടുന്നത്. അങ്ങനെയുള്ള നദിക്ക് എക്സാമ്പിൾ ഏതാണ്? ലൂണി അല്ലേ, ലൂണി.
അപ്പോൾ രാജസ്ഥാൻ സമതലത്തിലെ കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദി ഏതാണ്? പ്രധാനപ്പെട്ട നദി ഏതാണ്? ലൂണി. കാലികമായി എന്ന് വെച്ചാൽ ഒരു ചില പ്രത്യേക കാലാവസ്ഥകളിൽ മാത്രം വെള്ളം ഉണ്ടാവും, അല്ലാത്ത സമയത്ത് വെള്ളം ഉണ്ടാകില്ല, അങ്ങനെയുള്ള നദി. അടുത്തത്, അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ രാജസ്ഥാൻ പ്ലെയിനിനെ കുറിച്ച്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് പഞ്ചാബ് ഹരിയാന പ്ലെയിനെ കുറിച്ചാണ് കേട്ടോ. പഞ്ചാബ് ഹരിയാന സമതലം നോക്കിയോളൂ. ദ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ഈസ് സിറ്റുവേറ്റഡ് ടു ദ ഈസ്റ്റ് ആൻഡ് നോർത്ത് ഈസ്റ്റ് ഓഫ് ദി രാജസ്ഥാൻ പ്ലെയിൻ. രാജസ്ഥാൻ പ്ലെയിനിൻ്റെ ഈസ്റ്റ് ഭാഗത്ത് കിഴക്കും പിന്നെ നോർത്ത് ഈസ്റ്റ് വടക്ക് കിഴക്കുമായിട്ടാണ് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത്. ദിസ് പ്ലെയിൻ ഇസ് ദ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ആൻഡ് എക്സ്റ്റെൻസ് അപ് ടു ദ യമുന റിവർ. ഈ പ്ലെയിൻ, അതായത് ഈ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ വെസ്റ്റേൺ പാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് എക്സ്റ്റെൻസ് അപ് ടു ദ യമുന റിവർ, യമുന റിവർ വരെ ഇത് വ്യാപിച്ചിരിക്കുന്നു. ദ ഈസ്റ്റേൺ ബോർഡർ ഓഫ് ദിസ് പ്ലെയിൻ ഈസ് റിവർ യമുന. അതായത് പഞ്ചാബ് ഹരിയാന പ്ലെയിനിൻ്റെ ഈസ്റ്റേൺ ബോർഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യമുന റിവറാണ്. ഓക്കെ, ദിസ് പ്ലെയിൻ എക്സ്റ്റെൻസ് ഓവർ ദ സ്റ്റേറ്റ്സ് ഓഫ് പഞ്ചാബ്, ഹരിയാന ആൻഡ് ഹിമാചൽ പ്രദേശ്. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സ്റ്റേറ്റുകളിലായിട്ടാണ് നമ്മുടെ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, അതാണ് ആ പ്ലെയിനിൻ്റെ പേര്. അപ്പോൾ പഞ്ചാബ് ഹരിയാനയുണ്ട്, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ആരാ? ഹിമാചൽ പ്രദേശ്. കവറിങ് ആൻ ഏരിയ ഓഫ് അപ്രോക്സിമേറ്റ്ലി 1.75 lakh സ്ക്വയർ കിലോമീറ്റർ. 1.75 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ. ദ പഞ്ചാബ് പ്ലെയിൻ ഈസ് മേജർ പാർട്ട് ഓഫ് ദിസ് വെസ്റ്റ് സ്ലോപ്പിംഗ് പ്ലെയിൻ. ഇങ്ങനെ ഈ ഒരു വെസ്റ്റ് സ്ലോപ്പിംഗ് പ്ലെയിൻ എന്ന് വെച്ചാൽ വെസ്റ്റ് പടിഞ്ഞാറോട്ട് ചെറിയ ചെരുവുള്ള ഈ ഒരു പ്ലെയിനിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പഞ്ചാബ് പ്ലെയിൻ, പഞ്ചാബ് സമതലം. അപ്പോൾ മനസ്സിലായ ഒത്തിരിയാണ് പഞ്ചാബ് ഹരിയാന പ്ലെയിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കാം. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ സവിശേഷതകൾ എഴുതുക. മലയാളം മീഡിയം. രാജസ്ഥാൻ സമതലത്തിൻ്റെ കിഴക്കും വടക്കു കിഴക്കുമായാണ് പഞ്ചാബ് ഹരിയാന സമതലം സ്ഥിതി ചെയ്യുന്നത്. ഈ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗമാണ്. ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് യമുന നദി വരെ വ്യാപിച്ചിരിക്കുന്നു. ഈ സമതലത്തിൻ്റെ കിഴക്കൻ അതിർത്തി യമുന നദിയാണ്. ഈ സമതലം പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. പടിഞ്ഞാറോട്ട് ചരിഞ്ഞു കിടക്കുന്ന വെസ്റ്റേൺ സ്ലോപ്പ് കേട്ടോ, പടിഞ്ഞാറോട്ട് ചരിഞ്ഞു കിടക്കുന്ന ഈ സമതലത്തിലെ ഒരു പ്രധാന ഭാഗമാണ് പഞ്ചാബ് സമതലം. എന്നൊക്കെയുള്ളൂ. വൈ പഞ്ചാബ് ഈസ് എറ്റിമോളജിക്കലി നോൺ ആസ് ലാൻഡ് ഓഫ് 5 റിവേഴ്സ്. എന്തുകൊണ്ടാണ് പഞ്ചാബ് 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? ദ പഞ്ചാബ് റീജിയൻ ഈസ് പ്രൈമറിലി ഫോംഡ് ബൈ ദ ഡെപ്പോസിഷൻ ഓഫ് സെഡിമെന്റ്സ് ക്യാരിഡ് ബൈ ദ റിവേഴ്സ് സച്ച് ആസ് സത്ലജ്, ചെലം, ചെനാബ്, രവി ആൻഡ് ബിയാസ്. ഇങ്ങനെ കേട്ടോ. അതായത് സത്ലജ്, ചെലം, ചെനാബ്, രവി, ബിയാസ് എന്നിങ്ങനെയുള്ള 5 നദികളുടെ ഡെപ്പോസിഷൻ, അവർ സെഡിമെന്റ്സ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്താണ് ഈ പഞ്ചാബ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയിൻ രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പഞ്ചാബ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം രൂപപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് പഞ്ചാബ് ഈസ് എറ്റിമോളജിക്കലി നോൺ ആസ് ലാൻഡ് ഓഫ് 5 റിവേഴ്സ്. അതുകൊണ്ടാണ് പഞ്ചാബ് ലാൻഡ് ഓഫ് 5 റിവേഴ്സ്, 5 നദികളുടെ നാട് എന്നറിയപ്പെട്ടത്. ഓക്കെ, പഞ്ചാബ് 5 നദികളുടെ നാടെന്നും അറിയപ്പെടുന്നു. കാരണമെന്ത്? സത്ലജ്, ചെലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ് ഈ പഞ്ചാബ്. അതുകൊണ്ടാണ് ഇതിങ്ങനെ അറിയപ്പെടുന്നത് കേട്ടോ. അതായത് നമ്മുടെ സിന്ധു നദി ഉണ്ടല്ലോ, ഇൻഡസ് റിവറിൻ്റെ 5 ട്രിബ്യൂട്ടറീസ് ആണ് ഈ പറയുന്ന ചെലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ. അപ്പോൾ ഈ നദികൾ കൊണ്ടുവരുന്ന അവസാദങ്ങൾ അല്ലെങ്കിൽ സെഡിമെന്റ്സ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്താണ് പഞ്ചാബ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം രൂപം കൊണ്ടിട്ടുള്ളത് കേട്ടോ. ഭയങ്കര ഫെർട്ടൈൽ ആയിട്ടുള്ള റീജിയൻ ആണ് ഈ കേട്ടോ പഞ്ചാബ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശം. അടുത്ത, വാട്ട് എ ദോബ് ഈസ്. എന്താണ് ദോബ്? എ ദോബ് ഈസ് എ ലാൻഡ് ലൈങ് ബിറ്റ്വീൻ 2 rivers ദാറ്റ് ജോയിൻ ടുഗദർ ലേറ്റർ. ദോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ് എ ലാൻഡ്, ഒരു ലാൻഡാണ്. ലൈങ് ബിറ്റ്വീൻ 2 rivers, 2 നദികൾക്കിടയിലുള്ള ഒരു പ്രദേശമാണ് ദോബ്. ദാറ്റ് ജോയിൻ ടുഗദർ ലേറ്റർ, പിന്നീട് അവ തമ്മിൽ ജോയിൻ ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ 2 നദികൾക്കിടയിലുള്ള പ്രദേശമാണ് ദോബ് എന്നറിയപ്പെടുന്നത്. പിന്നീട് ഈ 2 നദികളും പരസ്പരം ജോയിൻ ചെയ്യുന്നു. ദ വെസ്റ്റ് ഓഫ് ദി പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ഈസ് ദ ഡാഷ്. പഞ്ചാബ് ഹരിയാന പ്ലെയിൻ്റെ വെസ്റ്റ് സൈഡിൽ എന്താണ് കാണപ്പെടുന്നത്? അത് ഇൻഡോ പ്ലെയിൻ ആണ് കേട്ടോ. ഇൻഡസ് റിവർ നിർമ്മിക്കുന്ന ഒരു വിശാലമായിട്ടുള്ള സമതലമുണ്ട്, അതിനെയാണ് ഇൻഡോ പ്ലെയിൻ അല്ലെങ്കിൽ ഇൻഡസ് പ്ലെയിൻ എന്നൊക്കെ പറയും കേട്ടോ. അടുത്ത, പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രധാന വിഭാഗം ഏതാണെന്ന് കണ്ടെത്തുക. സിന്ധു സമതലം. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട ദോബ്സ്, മേജർ ദോബ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ദോബുകൾ നോക്കിയോളൂ. ഒന്ന്, ബിസ്ത് ജലന്ധർ ദോബ്. ബിസ്ത് അപ്പോൾ ബിയാസും ST എന്ന് പറയുമ്പോൾ സത്ലജ്, അപ്പോൾ ബിയാസ്, സത്ലജ് എന്നീ റിവേഴ്സിൻ്റെ ഇടയ്ക്കുള്ളതാണ് ബിസ്റ്റ് ജലന്ധർ ദോബ്. അടുത്ത, ബാരി ദോബ് എന്ന് പറയുമ്പോൾ ബിയാസും
രവി അല്ലേ. അപ്പോൾ ബിറ്റ്വീൻ റിവേഴ്സ് ബിയാസ് ആൻഡ് രവി, ബിയാസ് രവി എന്നീ നദികൾക്കിടയിലുള്ള ദോബാണ് ബാരി ദോബ്. അടുത്തത് രചന ദോബ്. രചന ദോബ് എന്ന് പറയുമ്പോൾ ബിറ്റ്വീൻ ദ റിവേഴ്സ് രചന, രവി ആൻഡ് ചിനാബ്. രവി റിവറിനും ചിനാബ് എന്ന് പറയുന്ന റിവറിനും ഇടയ്ക്കുള്ളതാണ് രചന ദോബ്. അടുത്തത് ചാജ് ദോബ്. ചാജ് ദോബ് ബിറ്റ്വീൻ ദ റിവേഴ്സ് ഏതൊക്കെയാണ്? ചെനാബ് ആൻഡ് ചലം. ചാജ് അപ്പം ചെനാബ്, ജെ അറിയുമ്പോൾ ചലം. അപ്പം ചിനാബ് ചലം എന്നീ റിവേഴ്സിനിടയ്ക്കുള്ളതാണ് ചാജ് ദോബ്. ഓക്കെ. അടുത്തത് സിന്ധ് സാഗർ ദോബ് ബിറ്റ്വീൻ ദ റിവേഴ്സ് ഇൻഡസ് ആൻഡ് ചലം ചിനാബ്. ചലം ചിനാബ് എന്നീ നദികൾക്കും ഇൻഡസ് റിവറിനും ഇടയ്ക്കുള്ള പ്രദേശമാണ് സിന്ധ് സാഗർ ദോബ്. ഇങ്ങനെ 5 ദോബുകളാണ് ഉള്ളത്. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഗംഗാ പ്ലെയിൻ. അപ്പോൾ പഞ്ചാബ് ഹരിയാന പ്ലെയിൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, രാജസ്ഥാൻ പ്ലെയിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഗംഗാ പ്ലെയിനെ കുറിച്ചാണ്, ഗംഗാ സമതലത്തെക്കുറിച്ച്. നോക്കിയോളൂ. സിറ്റുവേറ്റഡ് ടു ദ ഈസ്റ്റ് ഓഫ് ദി പഞ്ചാബ് ഹരിയാന പ്ലെയിൻ. ഈ പഞ്ചാബ് ഹരിയാന പ്ലെയിനിൻ്റെ ഈസ്റ്റ് പോർഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്ട്രെച്ചസ് ഫ്രം ബംഗ്ലാദേശ് ഇൻ ദ ഈസ്റ്റ് ടു ദ യമുന റിവർ ഇൻ ദ വെസ്റ്റ്. എവിടെ നിന്ന് എവിടം വരെയാണ് ഇത് സ്ട്രെച്ച് ചെയ്തിട്ടുള്ളത്, വ്യാപിച്ചിട്ടുള്ളത്? സ്ട്രെച്ചസ് ഫ്രം ബംഗ്ലാദേശ് ഇൻ ദ ഈസ്റ്റ് ഭാഗത്തുള്ള ബംഗ്ലാദേശ് മുതൽ യമുന റിവർ ഇൻ ദ വെസ്റ്റ് സൈഡിലുള്ള യമുന റിവർ വരെയാണ് ഇത് വ്യാപിച്ചിട്ടുള്ളത്. ഇറ്റ് കവേഴ്സ് ദ സ്റ്റേറ്റ്സ് ഓഫ്, ഇത് ഏതൊക്കെ സ്റ്റേറ്റിലാണ് കവർ ചെയ്യുന്നത് എന്നുള്ളത്. ഗംഗാ പ്ലെയിൻ എവിടെയൊക്കെയാണ്? ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, യു അപ്പോൾ 2 എളുപ്പമുണ്ടല്ലോ, ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ്. പിന്നെ ഹരിയാന, ഡൽഹി ആൻഡ് പാർട്സ് ഓഫ് ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റിലാണ്? നമുക്കറിയാം ഗംഗാ പ്ലെയിനാണ് ഏറ്റവും വിസ്തൃതമായിട്ടുള്ള പ്രദേശം, ഏറ്റവും വിസ്തൃതമായിട്ടുള്ള നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ റീജിയൻ. അപ്പോൾ നോക്കിയോളൂ, ഇറ്റ് കവേഴ്സ് ദ സ്റ്റേറ്റ് ഓഫ്, ഇത് ഏതൊക്കെ സ്റ്റേറ്റിലാണ്? നമ്മൾ പറഞ്ഞു ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പിന്നെ ഹരിയാനയും ഡൽഹിയും ആൻഡ് പാർട്സ് ഓഫ് ജാർഖണ്ഡ് ആൻഡ് വെസ്റ്റ് ബംഗാൾ. പിന്നെ ജാർഖണ്ഡിൻ്റെയും വെസ്റ്റ് ബംഗാളിൻ്റെയും കുറച്ച് പോർഷനിലും പാർട്സിലൊക്കെയാണ് ഇത് വ്യാപിച്ചിട്ടുള്ളത്, ഗംഗാ പ്ലെയിൻ വ്യാപിച്ചിട്ടുള്ളത്. ഇനി ആൻ ഏരിയ ഓഫ് അപ്രോക്സിമേറ്റ്ലി 3.75 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ. ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 3.75 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ ആണ് കേട്ടോ. ഏതിൻ്റെ? ഗംഗാ പ്ലെയിനിൻ്റെ ടോട്ടൽ ഏരിയ എത്രയാണ്? 3.75 ലാക്ക് സ്ക്വയർ കിലോമീറ്റർ. ഫോംഡ് ത്രൂ ദ ഡെപ്പോസിഷണൽ പ്രോസസ്സസ് ബൈ റിവർ ഗംഗ ആൻഡ് ഇറ്റ്സ് ട്രിബ്യൂട്ടറീസ്. ഗംഗാ റിവറും അതിൻ്റെ ട്രിബ്യൂട്ടറീസിൻ്റെയും ഡെപ്പോസിഷണൽ പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് ഗംഗാ പ്ലെയിൻ രൂപപ്പെട്ടിട്ടുള്ളത്. ആ പേരിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാവും. ഗംഗ അതിൻ്റെ ട്രിബ്യൂട്ടറീസ് എന്ന് വെച്ചാൽ എന്താണ്? പോഷക നദികൾ. ഗംഗയും അതിൻ്റെ പോഷക നദികളുടെയും ഡെപ്പോസിഷൻ, ഈ സെഡിമെന്റ്സ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്താണ് ഗംഗാ പ്ലെയിൻ രൂപപ്പെട്ടിട്ടുള്ളത്. ഇനി ആവറേജ് എലിവേഷൻ ഓഫ് ഗംഗാ പ്ലെയിൻ്റെ ആവറേജ് എലിവേഷൻ, ശരാശരി ഉയരം എത്രയാണ്? 200 മീറ്റേഴ്സ് അബവ് ദ മീൻ സീ ലെവൽ. സമുദ്രനിരപ്പിൽ നിന്ന് 200 മീറ്റർ ഉയരത്തിലാണ് കേട്ടോ. അപ്പോൾ ആവറേജ് എലിവേഷൻ ഓഫ് ഗംഗാ പ്ലെയിൻ ഈസ് അറൌണ്ട് 200 മീറ്റേഴ്സ് അബവ് മീൻ സീ ലെവലിൽ നിന്ന് 200 മീറ്റർ ഉയരത്തിലാണ്. എക്സിബിറ്റ് എ ജനറൽ സ്ലോപ്പ് ടുവാർഡ്സ് ദ ഈസ്റ്റ് ആൻഡ് ദ സൗത്ത് ഈസ്റ്റ്. ഇതൊരു സ്ലോപ്പ് കാണിക്കുന്നുണ്ട്. എങ്ങോട്ടാണ്? ജനറൽ സ്ലോപ്പ് ഇത് കാണിക്കുന്നത് എങ്ങോട്ടാണ്? ടുവാർഡ്സ് ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ്, ഈസ്റ്റിലോട്ടും സൗത്ത് ഈസ്റ്റിലോട്ടും. അപ്പോൾ ഈ ഗംഗാ പ്ലെയിനിൻ്റെ സ്ലോപ്പ് എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റ്, ഈസ്റ്റിലോട്ടും സൗത്ത് ഈസ്റ്റിലോട്ടും ഇതിനുണ്ട് സ്ലോപ്പ് ഉള്ളത്. അടുത്തത് ഗംഗാ സമതലത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ കിഴക്ക് ഭാഗത്ത്, കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ വ്യാപിച്ചിരിക്കുന്നു. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി, പിന്നെ ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലായി ഈ സമതലം വ്യാപിച്ചു കിടക്കുന്നു. ഏകദേശം 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി. ഗംഗാ നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപ പ്രക്രിയകളിലൂടെ രൂപപ്പെട്ടതാണ് ഈ സമതലം. ഗംഗാ സമതലത്തിൻ്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 200 മീറ്റർ ആണ്. കിഴക്കും തെക്ക് കിഴക്കും ഭാഗത്തേക്ക് ഒരു പൊതുവായിട്ടുള്ള ചരിവ് കാണപ്പെടുന്നു. ഇനി ബേസ്ഡ് ഓൺ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ദ ഗംഗാ പ്ലെയിൻ ഹാസ് ബീൻ ഫർദർ ഡിവൈഡഡ് ഇൻറ്റു 3 റീജിയൻസ് ലിസ്റ്റ്. ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അനുസരിച്ച് ഈ ഗംഗാ പ്ലെയിനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? അപ്പർ ഗംഗാ പ്ലെയിൻ, മിഡിൽ ഗംഗാ പ്ലെയിൻ, ലോവർ ഗംഗാ പ്ലെയിൻ. അപ്പർ, മിഡിൽ, ലോവർ അല്ലേ? അപ്പർ ഗംഗാ പ്ലെയിൻ, മിഡിൽ ഗംഗാ പ്ലെയിൻ, ലോവർ ഗംഗാ പ്ലെയിൻ എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഗംഗാ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളെ അടിസ്ഥാനമാക്കി ഗംഗാ സമതലത്തിലെ 3 പ്രധാനപ്പെട്ട മേഖലകളായി തിരിച്ചിരിക്കുന്നു. അവ പട്ടികപ്പെടുത്തുക. ഉപരിഗംഗാ സമതലം, മധ്യഗംഗാ സമതലം, കീഴ്ഗംഗാ സമതലം. കണ്ട മാപ്പിൽ കാണിച്ചിട്ടുണ്ട്. അപ്പർ ഗംഗാ പ്ലെയിനും മിഡിൽ ഗംഗാ പ്ലെയിനും അതുപോലെ ലോവർ ഗംഗാ പ്ലെയിനും. അപ്പോൾ മാപ്പ് വർക്കിൽ നമുക്കിത് ചോദിക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ. ഇത് അപ്പർ ഗംഗാ പ്ലെയിൻ, ഇത് മിഡിൽ ഗംഗാ പ്ലെയിൻ, ഇത് ലോവർ ഗംഗാ പ്ലെയിൻ. പിന്നെ ഇതാ നമ്മുടെ രാജസ്ഥാൻ പ്ലെയിൻ ഉണ്ട്, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ഉണ്ട്. ഇത് ഇത്രയാണ് നമ്മുടേത്
ഇത് ഗംഗാ പ്ലെയിൻ. പിന്നെ ഇതാ ഇവിടെ ബ്രഹ്മപുത്ര പ്ലെയിനും ഉണ്ട് കേട്ടോ. ഇതൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കുക, മാപ്പ് വർക്കായിട്ട് എക്സാമിന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ പഠിച്ചോളണം. കണ്ടോ ഇവിടെ ഞാൻ മാപ്പെന്നും അപ്പർ ഗംഗാ പ്ലെയിൻ, മിഡിൽ ഗംഗാ പ്ലെയിൻ, ലോവർ ഗംഗാ പ്ലെയിൻ എന്നിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മാപ്പ് വർക്കിന് വേണ്ടി പഠിക്കേണ്ടതാണ്. ഈ 3 കളർ തന്നിട്ട് ഇത് എ, ഇത് ബി, ഇത് സി മാർക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അപ്പോൾ നിങ്ങൾ എഴുതണം ഇത് അപ്പറും ഇത് മിഡിലും ഇത് ലോവർ ഗംഗാ പ്ലെയിനും ആണെന്ന് എഴുതണം കേട്ടോ. അടുത്തത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ബ്രഹ്മപുത്ര പ്ലെയിൻ. അപ്പം നമ്മുടെ ഗംഗാ പ്ലെയിൻ അവിടെ തീർന്നു. ഇനി അടുത്ത 4ാമത്തെ കാറ്റഗറീസ്, 4ാമത്തെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ബ്രഹ്മപുത്ര പ്ലെയിൻ നോക്കിയുള്ളൂ. നോൺ ബൈ വേരിയസ് നെയിംസ് സച്ച് ആസ് ബ്രഹ്മപുത്ര വാലി, ആസാം വാലി ആൻഡ് ആസാം പ്ലെയിൻ. അപ്പോൾ ആസാം വാലി, ആസാം പ്ലെയിൻ, ബ്രഹ്മപുത്ര പ്ലെയിൻ എന്നിങ്ങനെ പല പേരുകളിൽ ഏതറിയപ്പെടുന്ന ബ്രഹ്മപുത്ര പ്ലെയിൻ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ബ്രഹ്മപുത്ര പ്ലെയിൻ അറിയപ്പെടുന്ന വിവിധ പേരുകൾ എന്തൊക്കെയാണ്? ബ്രഹ്മപുത്ര വാലി, ആസാം വാലി, ആസാം പ്ലെയിൻ. ഇനി കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. ഇത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ടായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ചെയ്യാനുള്ളത് ബ്രഹ്മപുത്ര പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ്റെ വെസ്റ്റേൺ മോസ്റ്റ് പാർട്ട് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? വെസ്റ്റേൺ മോസ്റ്റ് പാർട്ട് രാജസ്ഥാൻ പ്ലെയിൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഈസ്റ്റേൺ മോസ്റ്റ് പാർട്ട് ബ്രഹ്മപുത്ര പ്ലെയിൻ. ഇനി സ്ട്രെച്ചിങ് ഫ്രം ദ ഈസ്റ്റേൺ മോസ്റ്റ് എഡ്ജ് ഓഫ് ആസാം ടു ദ വെസ്റ്റ് ഓഫ് ധൂബ്രി നിയർ ദ ബോർഡർ ഓഫ് ബംഗ്ലാദേശ്. ഇത് എവിടെ മുതൽ എവിടം വരെ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത്. എവിടെയാണ്? ഈസ്റ്റേൺ മോസ്റ്റ് എഡ്ജ് ഓഫ് ആസാം, ആസാമിൻ്റെ ഈസ്റ്റേൺ മോസ്റ്റ് എഡ്ജിൽ നിന്ന് വെസ്റ്റ് ഓഫ് ധൂബ്രി, ധൂബ്രിയുടെ വെസ്റ്റ് ഭാഗം വരെയാണ് ഇത് വ്യാപിച്ചിട്ടുള്ളത്. ഈ ധൂബ്രി എന്ന് വെച്ചാൽ നിയർ ദ ബോർഡർ ഓഫ് ബംഗ്ലാദേശ്, ബംഗ്ലാദേശിൻ്റെ ബോർഡറിനടുത്തുള്ള ഒരു പ്രദേശമാണ് ധൂബ്രി. അതിൻ്റെ വെസ്റ്റ് ഭാഗം വരെയാണ് ഇത് വ്യാപിച്ചിട്ടുള്ളത്, സ്ട്രെച്ച് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഹാസ് അപ്രോക്സിമേറ്റ്ലി 720 കിലോമീറ്റർ ഇൻ ലെങ്ത് ആൻഡ് 60 to 70 കിലോമീറ്റർ വിഡ്ത്ത്. ഇതിൻ്റെ വിഡ്ത്ത് 60 മുതൽ 70 കിലോമീറ്റർ വരെയും 720 കിലോമീറ്റർ ലെങ്തുമാണ്. It has an area of approximately 56,275 സ്ക്വയർ കിലോമീറ്റർ. 56,275 സ്ക്വയർ കിലോമീറ്റർ ആണ്. ഈ നാലായിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടല്ലോ നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ. ഏതൊക്കെയാണ്? രാജസ്ഥാൻ പ്ലെയിൻ, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, ഗംഗാ പ്ലെയിൻ എന്നിങ്ങനെ 3. പിന്നെ 4ാമത്തത് ബ്രഹ്മപുത്ര പ്ലെയിൻ. ഇതിൽ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ പോർഷൻ ഈ ബ്രഹ്മപുത്ര പ്ലെയിനാണ് കേട്ടോ. ഏറ്റവും വിസ്തീർണം കൂടിയത് ഗംഗാ പ്ലെയിന്, ഏറ്റവും വിസ്തീർണം കുറഞ്ഞത് ബ്രഹ്മപുത്ര പ്ലെയിനുമാണ്. അപ്പോൾ ബ്രഹ്മപുത്ര പ്ലെയിൻ്റെ ഏരിയ 56,275 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. 56,275 സ്ക്വയർ കിലോമീറ്റർ. ഇനി ഫോംഡ് ത്രൂ ദ ഡെപ്പോസിഷണൽ പ്രോസസ്സസ് ക്യാരിഡ് ഔട്ട് ബൈ ദ പേരിൽ തന്നെയുണ്ട്. ഏത് റിവറാ? ബ്രഹ്മപുത്ര റിവർ. ബ്രഹ്മപുത്ര റിവറും അതിൻ്റെ ട്രിബ്യൂട്ടറീസിൻ്റെയും ഡെപ്പോസിഷണൽ പ്രോസസ്സിൻ്റെ ഫലമായിട്ടാണ് ബ്രഹ്മപുത്ര പ്ലെയിൻ രൂപം കൊണ്ടത്. The major portion located in the state of Assam. ആസാമിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോർഷൻസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ജിയോഗ്രഫിക്കലി ദിസ് പ്ലെയിൻ സ്റ്റാൻഡ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളൊരു പ്രദേശമായിട്ടാണ് ജിയോഗ്രഫിക്കലി ഈ പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത്. ജിയോഗ്രഫിക്കലി ദിസ് പ്ലെയിൻ സ്റ്റാൻഡ്സ്, ജിയോഗ്രഫിക്കലി ഭൂമിശാസ്ത്രപരമായി ഈ പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദി നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ. നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തവും വേറിട്ടുമായിട്ടാണ് ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശം എന്ന് പറയുമ്പോൾ ബ്രഹ്മപുത്ര പ്ലെയിൻ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, ദ ഈസ്റ്റേൺ ഹിമാലയാസ് ഇൻ ദ നോർത്ത്, ദ പട്കായ് നാഗ ഹിൽസ് ഇൻ ദ ഈസ്റ്റ്, ദ ഗാരോ ഖാസി ജയന്തിയ ആൻഡ് മിഗർ ഹിൽസ് ഇൻ ദ സൗത്ത് ആൻഡ് ദ ലോവർ ഗംഗാ പ്ലെയിൻ ഇൻ ദ വെസ്റ്റ് ഫോം നാച്ചുറൽ ബൗണ്ടറീസ് ഓഫ് ദി ബ്രഹ്മപുത്ര പ്ലെയിൻ. ബ്രഹ്മപുത്ര പ്ലെയിനിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ബൗണ്ടറീസ്, സ്വാഭാവികമായിട്ടുള്ള അതിരുകൾ ഏതെല്ലാമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോർത്തിൽ ആരുണ്ട്? ഈസ്റ്റേൺ ഹിമാലയാസ്. നോർത്തിൽ ആരുണ്ട്? ഈസ്റ്റേൺ ഹിമാലയാസ്. ഇനി ഈസ്റ്റിൽ ആരാണ്? പട്കായ് നാഗ ഹിൽസ്. ഈസ്റ്റിൽ പട്കായ് നാഗ ഹിൽസ്. പിന്നെ ഖാരോ ഖാസി ജയന്തിയ ആൻഡ് മിഗർ ഹിൽസ് ഇൻ ദ സൗത്ത്. സൗത്തിൽ ആരൊക്കെയുണ്ട്? ഖാരോ ഖാസി ജയന്തിയായും പിന്നെ മിഗർ ഹിൽസും. ഇത് ഇത്രയും എവിടെയുണ്ട്? സൗത്ത് പോർഷനിൽ. ദെൻ വെസ്റ്റിൽ ലോവർ ഗംഗാ പ്ലെയിൻ. വെസ്റ്റിൽ ആരുണ്ട്? ലോവർ ഗംഗാ പ്ലെയിൻ. ഇത് ഇത്രയാണ് ഫോർ നാച്ചുറൽ ബൗണ്ടറീസ് ഓഫ് ദ ബ്രഹ്മപുത്ര പ്ലെയിൻ. ബ്രഹ്മപുത്ര പ്ലെയിനിൻ്റെ നാച്ചുറൽ ബൗണ്ടറീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. മനസ്സിലായോ? ഇനി ദിസ് പ്ലെയിൻ ഈസ് റിച്ച് ഇൻ അലൂവിയൽ ഫാൻസ്. ഇവിടെ മാത്രം ബ്രഹ്മപുത്ര പ്ലെയിനിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് അലൂവിയൽ ഫാൻസ്. ഫാൻസ് എന്ന് വെച്ചാൽ എക്കൽ വിശറികൾ. അപ്പോൾ എക്കൽ വിശറികൾ സമ്പന്നമാണ് ഈ പ്രദേശം. മിയാൻഡേഴ്സ് ആൻഡ് ഓക്സ്ബോ ലേക്സ് ആർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദിസ് പ്ലെയിൻ. ഈ പ്ലെയിനിലെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് മിയാൻഡേഴ്സും ഓക്സ്ബോ ലേക്കും ഇവിടെ കാണപ്പെടുന്നതാണ് കേട്ടോ. മിയാൻഡേഴ്സ് നമ്മൾ പറഞ്ഞു നദീവലയങ്ങൾ എന്ന് പറയും. പിന്നെ ഓക്സ്ബോ ലേക്ക്, ഇത് രണ്ടും ബ്രഹ്മപുത്ര പ്ലെയിനും അതിൻ്റെ ആ റീജിയനിലൊക്കെ കാണപ്പെടുന്നതാണ്. എന്താണ് മിയാൻഡേഴ്സ്, എന്താണ് ഓക്സ്ബോ, അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ടെക്സ്റ്റ് എക്സ്പ്ലനേഷനിൽ. നോട്ടിൽ നിന്ന് നമ്മൾ പറയും അതിനെക്കുറിച്ച്. നോക്കിയുള്ളൂ. ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്?
നോക്കിയുള്ളൂ. 1. ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമതലം എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നു. ഉത്തരേന്ത്യൻ സമതലത്തിലെ ഏറ്റവും കിഴക്കേ അറ്റം ഉൾക്കൊള്ളുന്നു. അസമിന്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ധൂബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ചിരിക്കുന്നു. ഇതിന് ഏകദേശം 720 കിലോമീറ്റർ നീളവും 60 മുതൽ 70 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. ഇതിന് ഏകദേശം 56,275 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ബ്രഹ്മപുത്ര നദിയുടെയും അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപ പ്രക്രിയകളിലൂടെ രൂപപ്പെട്ടതാണ് ഈ സമതലം. പ്രധാന ഭാഗം അസം സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അസം വാലി എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലേ. ഭൂമിശാസ്ത്രപരമായി ഈ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തവും വേറിട്ടുമാണ് നിൽക്കുന്നത്. വടക്ക് കിഴക്കൻ ഹിമാലയം, കിഴക്ക് പട്കായ് നാഗ കുന്നുകൾ, തെക്ക് ഗാരോ ഖാസി ജൈന്തിയ മിഗർ കുന്നുകൾ, പടിഞ്ഞാറ് ലോവർ ഗംഗാ സമതലം എന്നിവയാണ് ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അതിരുകൾ. ഈ സമതലം എക്കൽ വിസറികളാൽ സമ്പന്നമാണ്. മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും ഈ സമതലത്തിൻ്റെ സവിശേഷത ആണ്. ഓക്കെ, മിയാൻഡേഴ്സും ഓക്സ്ബോ തടാകങ്ങളും. അടുത്ത ലിസ്റ്റ് നാച്ചുറൽ ബൗണ്ടറീസ് ഓഫ് ദി ബ്രഹ്മപുത്ര പ്ലെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞ നോർത്തിൽ ആരാണ്? ഈസ്റ്റേൺ ഹിമാലയാസ്. ഈസ്റ്റിൽ പട്കായ് നാഗ ഹിൽസ്, സൗത്തിൽ ദ ഗാരോ ഖാസി ജൈന്തിയ ഹിൽസും മിഗർ ഹിൽസും, വെസ്റ്റിൽ ലോവർ ഗംഗാ പ്ലെയിൻ. അപ്പോൾ ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അതിരുകൾ പട്ടികപ്പെടുത്തുക. വടക്ക് ഭാഗത്ത് കിഴക്കൻ ഹിമാലയം, തെക്ക് ഭാഗത്ത് ഗാരോ ഖാസി ജൈന്തിയ കുന്നുകളും മിഗർ കുന്നുകളും, കിഴക്കു ഭാഗത്ത് പത്കായ് നാഗ കുന്നുകൾ, പടിഞ്ഞാറ് ഭാഗത്ത് കീഴ്ഗംഗാ സമതലം. നെയിം ദ മേജർ ട്രിബ്യൂട്ടറീസ് ഓഫ് ദി ബ്രഹ്മപുത്ര റിവർ. ബ്രഹ്മപുത്ര റിവറിൻ്റെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ പോഷക നദികൾ ഏതൊക്കെയാണ്? തീസ്ത, മനാസ്, ലോഹിത് ആൻഡ് ദിബാങ് എന്നിവയാണ് കേട്ടോ. ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? തീസ്ത, മാനസ്, ലോഹരി, ദിബാങ്. ഓക്കെ, ഇനി അലൂവിയൽ ഫാൻസ് ആർ ഫോംഡ്. അലൂവിയൽ ഫാൻസ് എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് നോക്കിയോളൂ. ബ്രഹ്മപുത്ര പ്ലെയിനിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രത്യേകതയാണ് അലൂവിയൽ ഫാൻസ്. രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് നോക്കാം. വെൻ റിവേഴ്സ് എൻ്റർ എ പ്ലെയിൻ ഫ്രം മൗണ്ടൈനസ് റീജിയൻ ദ വെലോസിറ്റി ഡിക്രീസസ് അബ്രപ്റ്റ്ലി. ഒരു റിവർ മൗണ്ടൈനസ് റീജിയനിൽ നിന്ന് പ്ലെയിനിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി നല്ല രീതിയിൽ കുറയുന്നു. കാരണം ഡീപ്പായിട്ടുള്ള പ്രദേശത്ത് നിന്ന് നിരപ്പായ പ്രദേശത്തിലോട്ട് വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ആവുന്നു. ദ സെഡിമെൻറ്റ്സ് ക്യാരിഡ് ഔട്ട് ബൈ ദ റിവേഴ്സ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഇൻ ദ ഫോം ഓഫ് ഫാൻസ്. അപ്പോൾ ഈ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന സെഡിമെൻറ്റ്സിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഇൻ ദ ഫോം ഓഫ് ഫാനിൻ്റെ രൂപത്തിൽ, അല്ലെ വിസറിയുടെ രൂപത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. സച്ച് ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ആർ റെഫർഡ് ടു ആസ് അലൂവിയൽ ഫാൻസ്. ഇങ്ങനെയുള്ള ഡെപ്പോസിഷണൽ ലാൻഡ് ഫോംസ് ആണ് അലൂവിയൽ ഫാൻസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഈ സമതലം എക്കൽ വിസറികളാൽ സമ്പന്നമാണ്. ഏതാണ് ഈ സമതലം? എന്താണ് എക്കൽ വിസറികൾ? അപ്പോൾ ആൻസർ ബ്രഹ്മപുത്ര സമതലം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ബ്രഹ്മപുത്ര സമതലം. ഇനി എന്താണ് എക്കൽ വിസറികൾ അല്ലേ? നോക്കിയോളൂ. നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും ആയതിനാൽ അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഒരു വിസറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ രൂപപ്പെടുന്ന ഭൂരൂപങ്ങളെയാണ് എക്കൽ വിസറികൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ഓക്സ്ബോ ലേക്സ്? എന്താണ് ഓക്സ്ബോ ലേക്സ്? നോക്കിയോളൂ. റിവേഴ്സ് ദാറ്റ് കണ്ടിന്യൂസ് ഫ്ലോയിങ് ത്രൂ ദ പ്ലെയിൻ സ്പ്ലിറ്റ് ഇൻ ടു മെനി ചാനൽ. സമതല പ്രദേശങ്ങളിലൂടെ ഈ കണ്ടിന്യൂ ആയിട്ട് അല്ലേ തുടർന്ന് അങ്ങോട്ട് ഒഴുകുന്ന നദികൾ വിവിധ ചാനൽസ് ആയിട്ട് അല്ലേ പല ചാലുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ റിവേഴ്സ് ദാറ്റ് ഫ്ലോയിങ് ത്രൂ ദ പ്ലെയിൻ സ്പ്ലിറ്റ് ഇൻ ടു മെനി ചാനൽസ്. സമതല പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന റിവേഴ്സ് വിവിധ ചാനൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ആസ് ദ റിവേഴ്സ് വെലോസിറ്റി ഡിക്രീസ്, റിവറിൻ്റെ വെലോസിറ്റി വീണ്ടും ഇങ്ങനെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞു പോകുന്നതിൻ്റെ ഫലമായിട്ട് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്ലോയിങ് ക്രിയേറ്റിംഗ് കർവ്സ്. ഇത് കർവ് ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ റിവർ കോഴ്സ് നദി ഒഴുകുന്ന ആ ഒരു ഭാഗത്തൊക്കെ കർവ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങും. അതെ, വെലോസിറ്റി കുറയുമ്പോൾ അതിങ്ങനെ കർവ് ക്രിയേറ്റ് ചെയ്തെന്ന് വെച്ചാൽ വളഞ്ഞ് ഒഴുകാൻ തുടങ്ങും. ഓർ ഇൻ എ സിനൂസ് മാനർ, അല്ലെങ്കിൽ വളഞ്ഞു പുളഞ്ഞൊക്കെ ഒഴുകും. ദിസ് ഇവഞ്ച്വലി ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ഓക്സ്ബോ ലേക്ക്. ഇത് ക്രമേണ ഓക്സ്ബോ ലേക്കിൻ്റെ ഫോർമേഷനിലോട്ട് നയിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓക്സ്ബോ തടാകങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമതല പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന നദികൾ പല ചാലുകളായി പിരിയുന്നു. ഒഴുക്ക് തീരെ കുറയുമ്പോൾ വളഞ്ഞൊഴുകുന്നു. വളഞ്ഞൊഴുകിയ ഭാഗം നിക്ഷേപണത്തിലൂടെ നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങൾ രൂപപ്പെടുന്നു. അടുത്തത്, വാട്ട് യു മീൻ ബൈ റിവർ മിയാൻഡറിങ്? എന്താണ് റിവർ മിയാൻഡറിങ്? എ റിവർ ഫ്ലോയിങ് ഇൻ എ സിനൂസ് മാനർ ഇസ് കോൾഡ് റിവർ മിയാൻഡറിങ്. നദി ഇങ്ങനെ വളഞ്ഞൊഴുകുന്നതിനെയാണ് നമ്മൾ റിവർ മിയാൻഡറിങ് എന്ന് പറയുന്നത്. എന്താണ് നദി മിയാൻഡറിങ് അല്ലെങ്കിൽ നദീവലയങ്ങൾ? നദികൾ വളഞ്ഞൊഴുകുന്നതിനെ നദി മിയാൻഡറിങ് അല്ലെങ്കിൽ നദീവലയങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ഈ 30ാമത്തെ ക്വസ്റ്റ്യൻ മുതലുള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാമേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അടുത്ത ഒരു പാർട്ട് വീഡിയോ കൂടെ ആകുമ്പോൾ നമുക്കിതങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.